നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. സീഷെൽസിലെ 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി എത്തിയതിന് തൊട്ടു പിന്നാലെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡിലേക്ക്. മോദിയുടെ ആദ്യ ന്യൂസിലൻഡ് സന്ദർശനമാണിത്. 40 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വീണ്ടും ന്യൂസിലൻഡിലെത്തുന്നത്. ദ്വിദിന സന്ദർശനത്തിനായി എത്തുന്ന മോദി ജൂലൈ 10-ന് ഓക്ലാൻഡിൽ എത്തുമെന്നും പിറ്റേ ദിവസം മടങ്ങുമെന്നും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ വെള്ളിയാഴ്ച അറിയിച്ചു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 40 വർഷത്തിനിടെ നടത്തുന്ന ആദ്യത്തെ സന്ദർശനമായതിനാൽ മോദിയുടെ സന്ദർശനം ചരിത്രപരമാണെന്ന് ലക്സൺ പറഞ്ഞു. ഇന്ത്യയും ന്യൂസിലൻഡും കഴിഞ്ഞ ഏപ്രിലിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതിനു പിന്നാലെയാണ് മോദിയുടെ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. അല്ലെങ്കിലും ഊരാളും കയ്യിൽ കിട്ടാത്ത എല്ലാ കരാറുകളും ബൂർഷ കരാറുകളാണ്. പ്രതിരോധ മേഖലയിൽ സുപ്രധാന നവീകരണത്തിന് തയ്യാറെടുക്കുകയാണ് ഭാരതം. 1 ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള ആയുധങ്ങൾ വാങ്ങാനാണ് തീരുമാനം. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇന്ന് നടക്കുന്ന നിർണായക യോഗത്തിൽ 1 ലക്ഷം കോടിയിലധികം രൂപ മൂല്യമുള്ള പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട്. നിരവധി പ്രധാന ആധുനികവൽക്കരണ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 1 ലക്ഷം കോടി രൂപയ്ക്ക് പട്ടായ വിലയ്ക്ക് വാങ്ങാമായിരുന്നുവെന്ന് പപ്പുമോൻ. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്ന് RSS സർക്കാരിവ ദത്താത്രേയ ഹൊസബാളെ. ദൗർഭാഗ്യകരമായ ഈ സംഭവം മുതലെടുത്ത് ഹിന്ദു ധർമ്മത്തെയും സമൂഹത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള ഹിന്ദു വിരുദ്ധ ദേശവിരുദ്ധ ശക്തികളുടെ ഗൂഢാലോചനകൾ പരാജയപ്പെടുത്തണമെന്ന് RSS ആഹ്വാനം ചെയ്യുന്നു. ക്ഷമയും സംയമനവും പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആരൊക്കെ വിചാരിച്ചാലും ഞങ്ങളെ പരാജയപ്പെടാൻ ഒക്കില്ലെന്ന് CPM കോൺഗ്രസും. വിമർശനങ്ങളെ പരിഹസിച്ച് ട്രംപ് പുതിയ AI വീഡിയോയുമായി രംഗത്ത്. ട്രംപ് ഡിറേഞ്ച്മെന്റ് സിൻഡ്രോം എന്ന പേരിലാണ് വീഡിയോയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. ട്രംപിനോടും അദ്ദേഹത്തിന്റെ ഭരണത്തോടും കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ പരിഹസിക്കാൻ ട്രംപും അനുകൂലികളും പൊതുവെ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ട്രംപ് ഡിറേഞ്ച്മെന്റ് സിൻഡ്രോം. ഡോക്ടറുടെ കോട്ടും സ്റ്റെതസ്കോപ്പും ധരിച്ച് ഒരു ഡോക്ടറായിട്ടാണ് വീഡിയോയിൽ ട്രംപ് പ്രത്യക്ഷപ്പെടുന്നത്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് അദ്ദേഹം ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. നാളെ DYFI വക തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസ് ഉപരോധം. സിന്ധു നദീജല കരാറിന്റെ പേരിൽ ഇന്ത്യയെ വീണ്ടും ആണവ ബോംബ് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരി. ജലാവകാശങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ഏതൊരു ശ്രമവും പാകിസ്ഥാന്റെ ദേശീയ നിലനിൽപ്പിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന് ബിലാവൽ ഭൂട്ടോ ഒരു അന്താരാഷ്ട്ര സെമിനാറിൽ പ്രസ്താവിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ലോഞ്ചിങ് പാഡിൽ പപ്പുവും കൂട്ടരും ഉൾപ്പെടുന്ന മാരക പാക് ആണവ പോർമുനുകൾ തയ്യാറായി നിൽക്കുന്നതാണ് രഹസ്യ വിവരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചത് രാഷ്ട്രീയ പ്രേരിതമായാണെന്ന് ED കോടതിയിൽ. പ്രതികൾക്ക് കേന്ദ്ര ഏജൻസികളോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലായിരുന്നു EDയുടെ ഈ വാദം. ED എന്ന് സഖാവ് നിലവിളിച്ചപ്പോൾ വെളിവില്ലാത്ത അണികൾ ED എന്നാണ് കേട്ടത്. അതാണ് കുഴപ്പമായത്. വീര്യം കുറഞ്ഞതും കൂടിയതുമായ മദ്യം വിൽക്കരുത് എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത നിലപാടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാണക്കാട്ടെ തങ്ങളുടെ വസതി സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ സർക്കാരിന് സ്വന്തമായി മദ്യനയം ഉണ്ടാകുമെന്നും പാർട്ടി നിലപാട് അതിൽ വ്യക്തമാക്കുമെന്നും പറഞ്ഞ തങ്ങൾ UDFൽ വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിൽക്കാതെ മദ്യപ്പുഴ വഴി ഫ്രീ ആയി വിതരണം ചെയ്യുന്ന ടെക്നോളജി തൽക്കാലം ലഭ്യമല്ല എന്ന് പോക്കിയുടെ മൈൻഡ് വോയിസ്. തങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ നടത്തിക്കിട്ടാനായി മുസ്ലിം ലീഗിനെ സമീപിച്ച് മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ. ഭരണത്തിൽ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പിടിമുറക്കുന്നതായി വാർത്തകൾ വരുന്നതിന് പിന്നാലെയാണ് കാര്യസാധ്യത്തിനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ നിവേദനം സമർപ്പിച്ചത്. കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാക്കളാണ് മലബാർ ദേവസ്വം ബോർഡിലെ പ്രശ്നങ്ങളിൽ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് നിവേദനം സമർപ്പിച്ചിരിക്കുന്നത്. ദേവസ്വം ജീവനക്കാരുടെ തിക്കും തിരക്കും പരിഗണിച്ച് ലീഗിന്റെയും ജമാഅത്തിന്റെയും എല്ലാ കാര്യാലയങ്ങളെയും സുന്നത്തിനുള്ള സംവിധാനം ഒരുക്കുമെന്നും ഒട്ടും വിശ്വസനീയമല്ലാത്ത കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോളിവുഡ് താരം അമീർ ഖാൻ ജീവിതത്തിലെ മറ്റൊരു പുതിയ അധ്യായത്തിന് തയ്യാറെടുക്കുകയാണ്. ദീർഘനാളായി പ്രണയത്തിലായിരുന്ന സുഹൃത്തും പങ്കാളിയുമായ ഗൗരി സ്പ്രാറ്റിനെ താരം ജൂലൈ 5-ന് വിവാഹം കഴിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആഘോഷങ്ങളൊന്നുമില്ലാതെ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങായിരിക്കും വിവാഹമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വിവാഹത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമീറിന്റെയും ഗൗരിയുടെയും മുൻ വിവാഹങ്ങളിലെ 4 മക്കളും ചടങ്ങിന്റെ ഭാഗമാകുമെന്നാണ്. റീന ദത്തയുമായുള്ള വിവാഹത്തിലെ മക്കളായ ജുനൈദ് ഖാനും ഇറ ഖാനും, കിരൺ റാവുമായുള്ള വിവാഹത്തിലെ മകൻ ആസാദും ഗൗരിയുടെ മുൻ വിവാഹത്തിലെ മകനും ഒരുമിച്ച് വിവാഹത്തിന് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
ആഘോഷങ്ങളും പുറത്തുനിന്ന് ആളെ ക്ഷണിക്കലും ഒഴിവാക്കിയത് മിക്കവാറും മുൻ ഭാര്യമാരും മക്കളും ഇപ്പോഴത്തെ ഭാര്യയുടെ വേറെ മക്കളും എല്ലാം കൂടി ഒരു ലോഡ് ഉള്ളതുകൊണ്ടായിരിക്കും. ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പബ്ബുകൾക്കും ബാറുകൾക്കും പ്രവർത്തന സമയം നീട്ടി നൽകി UK സർക്കാർ. ജൂലൈ 6 തിങ്കളാഴ്ച പുലർച്ചെ 5 മണിവരെ തുറന്നു പ്രവർത്തിക്കാൻ ലൈസൻസിംഗ് നിയമങ്ങളിൽ താൽക്കാലിക ഇളവ് അനുവദിച്ചു. ഈ ഇളവ് കേരളത്തിലെ ബിവറേജസിന് ബാധകമല്ല കേട്ടോ. വേണ്ടവർ കൃത്യസമയത്ത് സാധനം വാങ്ങി സ്റ്റോക്ക് ചെയ്തോണം. പൊതുജന താൽപര്യാർത്ഥം പറഞ്ഞു എന്ന് മാത്രം. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.